വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംവരണത്തിന്റെ പേരിൽ ജാതി മാറ്റം, മതം മാറ്റം, ഇതിന് മതമേലധ്യക്ഷന്മാർ തന്നെ കൂട്ടുനിൽക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ജനം ടി വി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ അന്വേഷണത്തിൽ നിന്നും എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുരേഷ്, കഴിഞ്ഞ കുറേ കാലമായി അല്ലെങ്കിൽ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ജാതി മതമാറ്റം സംസ്ഥാനത്ത് വലിയ തോതിൽ നടക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഒരു ജാതി മാറാൻ സ്വാഭാവികമായി ഭരണഘടനാപരമായി ആർക്കും സാധിക്കില്ല. പക്ഷേ മതം അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് മാറ്റാനുള്ള ഭരണഘടന തന്നെ അതിനുള്ള അനുവാദവും നിയമാനുസൃതം മാറാനുള്ള സാധ്യതകളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ജാതി മാറ്റം സംസ്ഥാനത്ത് ഇപ്പോൾ വരുന്നു. അത് ഇപ്പോഴല്ല, വർഷങ്ങളായി നടക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വ്യക്തതയാണ് അല്ലെങ്കിൽ അത് സംബന്ധിച്ച രേഖകളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും ലത്തീൻ സഭയിലേക്കാണ് ജാതി മാറ്റം നടക്കുന്നത്. ലത്തീൻ കത്തോലിക്ക എന്ന വിഭാഗത്തിലേക്ക് ജാതി മാറ്റം നടക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല നമ്മൾ പരിശോധിക്കുമ്പോൾ നാടാർ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, നാടാർ ഹിന്ദുവോ നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നോ നിരവധി പേർ ജാതി മാറി നേരെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് നിയമപരമായി ജാതി മാറ്റം ഒരിടത്തും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2011 തന്നെ അച്ചടി വകുപ്പ് ഡയറക്ടർ സംസ്ഥാന സർക്കാരിനെ ഈ വിവരം ധരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ ലഭിച്ചിട്ട് പോലും കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്താനോ അതിന് പരിഹാരം കാണാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെ പിന്നോക്ക വിഭാഗം, പട്ടികജാതി പട്ടികവർഗ വിഭാഗ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ആ സമയത്തും സർക്കാർ അനങ്ങാപ്പാറ നയം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആദ്യം നമ്മുടെ വാർത്തയിൽ സൂചിപ്പിച്ചത് പ്രീത എന്ന പെൺകുട്ടിയുടെ കാര്യം. ആ ഒരു പെൺകുട്ടി ആദ്യം മതം SIUC നാടാർ ക്രിസ്ത്യൻ എന്ന മതത്തിലാണ് ആ കുട്ടി ആദ്യത്തെ SIUC സർട്ടിഫിക്കറ്റ്, ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത്. അതിന് തൊട്ടു പിന്നാലെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ എന്ന ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ എന്ന ജാതിയിലേക്ക് അല്ലെങ്കിൽ മതത്തിലേക്ക് ആ കുട്ടി മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. 2 ബിഷപ്പുമാരുടെ കത്തുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമസംഹിതയെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിൽ, നിയമവ്യവസ്ഥയെ തകർക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ ഇവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർക്കുടെ മുന്നിലെത്തണം. അതിൽ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്. ആ റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തുമ്പോൾ ഇതെല്ലാം പരിഗണിക്കപ്പെടുന്നതാകട്ടെ ബിഷപ്പുമാരുടെ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. നിലവിൽ ഒരു അംഗസംഖ്യ വർദ്ധിപ്പിക്കാനായി ഓരോ ബിഷപ്പുമാരും അവരുടെ ജാതിയാണ് അല്ലെങ്കിൽ അവരുടെ മതമാണെന്ന കത്ത് നൽകുന്നു. പിന്നാമ്പുറങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന കൃത്യമായ പരിശോധന നടത്താതെ ഈ ഉദ്യോഗസ്ഥർ അവർക്ക് ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ സ്വീകരിക്കേണ്ട നിയമ സംവിധാനങ്ങൾ, നിയമ രീതികളുണ്ട്. ആ നിയമരീതികളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ബിഷപ്പുമാരുടെ കത്തുകളുടെ അടിസ്ഥാനത്തിൽ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ലത്തീൻ കത്തോലിക്ക അല്ലെങ്കിൽ ലാറ്റിൻ കത്തോലിക്ക സഭയിലേക്ക് ഒരു അംഗത്തെ ജാതി സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ ഏറ്റവും പ്രധാനമെന്ന് നിയമവ്യവസ്ഥയിൽ സൂചിപ്പിക്കുന്നത് 1947 മുൻപ് കൃത്യമായി തന്നെ ഈ ലത്തീൻ സഭയുടെ ആ ഒരു ലത്തീൻ കത്തോലിക്ക സഭക്കാരനായ വ്യക്തിക്ക് മാത്രമേ അത്തരത്തിൽ ജാതി സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കൂ. അല്ലെങ്കിൽ അവരുടെ പിന്തുടർച്ചക്കാരായി ആ തലമുറയിൽപ്പെട്ട അവരുടെ തുടർച്ചയായി പിന്തുടർച്ചക്കാരായി എത്തുന്നവർക്ക് മാത്രമേ അത്തരത്തിൽ ലത്തീൻ സഭയുടെ അല്ലെങ്കിൽ ലത്തീൻ സഭ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കൂ. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്.